താങ്ക് യു അച്ഛ. ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മൾ കഴിഞ്ഞ 5 ആഴ്ചയായിട്ട് റിവ്യൂ ചെയ്തിരുന്നത് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത് തൃത്വത്തെ അല്ലെങ്കിൽ ട്രിനിറ്റിയെ കുറിച്ചുള്ള ഒരു ഡോക്ട്രിൻ ആയിരുന്നു. ഇന്ന് അച്ഛൻ പറഞ്ഞ നമ്മൾ പുതിയൊരു ടോപ്പിക് അല്ലെങ്കിൽ ഓർത്തഡോക്സിയുടെ വൺ മോർ അഡീഷണൽ പില്ലറിനെ കുറിച്ച് പഠിക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നൊരു പുതിയ ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അച്ഛാ. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കല്ല, നമ്മൾ ഇതുവരെയും ചർച്ച ചെയ്തതിൽ നിന്ന് നമ്മൾ ഓർത്തഡോക്സി എന്ന വിഷയമാണ് ഓർത്തഡോക്സ് ചർച്ചിന്റെ ഇൻട്രൊഡക്ഷൻ. അതിൻ്റെ പല അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യമായിട്ട് നമ്മൾ തൃത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലാക്കലുകൾ ഒക്കെയാണ് നമ്മൾ ഇതുവരെയും നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ സഭയുടെ ട്രഡീഷൻ, സ്ക്രിപ്ചർ, സഭ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിൽ നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ പില്ലറായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ദി ഒത്തൻറ്റിസിറ്റി ഓഫ് ട്രഡീഷൻ. അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഓർത്തഡോക്സ് എന്ന് അറിയപ്പെടുന്നു. അല്ലെ, ഓർത്തഡോക്സ് ആണെങ്കിൽ പാരമ്പര്യങ്ങളിൽ വിശ്വസിക്കണം, ട്രഡീഷൻസിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അല്ലെ, ട്രഡീഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ ട്രഡീഷൻ എന്താണ് എന്നുള്ളതൊന്ന് കാണുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ടുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഞാനൊരു എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഞാനൊരു പിക്ചർ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് ആ പിക്ചർ എന്ന് പറയാമോ? ഒരു ഐക്കണാണ്. ഞാനൊരു ക്ലൂ തരാം. ഒരു ഈ പാട്ട് എനിക്കറിയത്തില്ല, ഞാൻ ഇടയ്ക്ക് കിക്ഡ് ഔട്ട് ആയിന്ന് തോന്നുന്നു. ആ പാട്ടിന്റെ തുടക്കം കേട്ടായിരുന്നോ നിങ്ങൾ? ആരെങ്കിലും കേട്ടെങ്കിലും ഒന്ന് പറയണേ. കേട്ടില്ലായിരുന്നു. ഓക്കെ. ഒന്നും കൂടെ ഞാൻ ഒന്ന് പ്ലേ ചെയ്തോട്ടെ. സോറി, ഞാൻ ഇതിൻ്റെ അതിൽ നിന്ന് എക്സിറ്റ് ആയി പോയി. എങ്ങനെയാണ് സംഭവിച്ചെന്നറിയില്ല. ഒന്നും കൂടെ നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. ഐക്കൺ ഏതാണ്? ഞാൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്. പ്രസന്റ് ചെയ്യുന്നത് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് വൺ ആണ്. ഇപ്പൊ ഈ നമ്മൾ കേട്ട പാട്ടുമായിട്ട് കർത്താവിന്റെ കൈകളിൽ ഏന്തപ്പനാണ്, അല്ലെ കർത്താവ് കൈകളിൽ എടുത്തവനാണ് ഇഗ്നാത്തിയോസ് എന്ന് ആണ് നമ്മൾ പാടിയത്. ഇനിയും വേറൊരു ഐക്കൺ, അതൊരു ഐക്കൺ അല്ല, അതൊരു പിക്ചറാണ്. ആ പിക്ചർ ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പള്ളിയുടെ നോട്ടീസ് വർഷങ്ങളായിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു പിക്ചറാണ്.
ആ പിക്ചറിൻ്റെ അകത്ത് ഇഗ്നാത്യോസ് ഉണ്ട്. ഇഗ്നാത്യോസിന്റെ കാലിന്റെ ചുവട്ടിൽ 2 സിംഹങ്ങൾ ഇരിക്കുന്നു. ഈ ഇതില് ഒരു ചിത്രത്തിൽ പ്രശ്നമുണ്ട്. ഏത് ചിത്രത്തിനാണ് പ്രശ്നം എന്ന് നിങ്ങൾക്ക് പറയാം? ഇതിന്റെ കുഴപ്പം ഇതിൽ ഒരു ചിത്രം ശരിയല്ല, ഒരു ചിത്രം ശരിയാണ്. ധൈര്യമായിട്ട് പറ, ആരെങ്കിലും ഒന്ന് പറ, അല്ലെങ്കിൽ ഇത് വളരെ മൊണോട്ടണസ് ആണ്. തേർഡ് പിക്ചർ ആയിരിക്കും. തേർഡ് പിക്ചർ ആണ് പ്രശ്നമുള്ളത്. കാരണം എന്താണ്? അദ്ദേഹത്തിന്റെ കാല് സിംഹം വണങ്ങുമൊന്നും അല്ലായിരുന്നു അവിടെ റിയാലിറ്റിയിൽ. അതായിരിക്കാം. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. പക്ഷെ ഈ ചിത്രത്തിന്റെ അകത്ത് അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. മറ്റേത് ആദ്യത്തെ ചിത്രം നമുക്കറിയാം, കർത്താവിന്റെ കൈകളിൽ ഇരിക്കുന്നു. നമുക്ക് ലിറ്റർജിക്കൽ സപ്പോർട്ട് ഉണ്ട്. നമ്മുടെ ആരാധനകളിൽ നമ്മളത് പറയുന്നുണ്ട്. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ പറയാണ്, ഓക്കെ, നമ്മുടെ പാരമ്പര്യങ്ങൾക്കനുസരിച്ചുള്ള ചിത്രമാണ് അല്ലെങ്കിൽ ഐക്കണാണ് ആദ്യത്തേത്. മൂന്നാമത് നമ്മളിവിടെ കാണുന്ന ഐക്കൺ നമ്മളുടെ പാരമ്പര്യങ്ങൾക്ക് നിരക്കുന്ന ഐക്കൺ അല്ല എന്ന് നമ്മൾ പറയുന്നു. ഇങ്ങനെയാണ് നമ്മൾ പാരമ്പര്യത്തെ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? ആണോ? നമ്മൾ പാരമ്പര്യം എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഞാൻ ഒരു ഉദാഹരണമായിട്ട് ഞാൻ ഈ പാരമ്പര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി എടുത്ത ഒരു ഐക്കണും ഒരു പാട്ടും എല്ലാമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത്. ഇനിയും ഞാൻ എൻ്റെ ഒരു ഇൻഫറൻസ് ഞാൻ പറഞ്ഞു. ആദ്യത്തെ ഐക്കൺ സഭാ പാരമ്പര്യങ്ങൾക്ക് നിരക്കുന്നതും അവസാനത്തെ ഐക്കൺ, മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്ന ഐക്കൺ സഭാ പാരമ്പര്യങ്ങൾക്ക് നിരക്കുന്ന ഐക്കൺ അല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ പാരമ്പര്യങ്ങളെ മനസ്സിലാക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയുന്നേ? അപ്പോൾ എൻ്റെ ചോദ്യം, ഇതാണോ പാരമ്പര്യം? ഈസ് ദിസ് ട്രഡീഷൻ ഓഫ് ദ ചർച്ച് ഓർ ഈസ് ട്രഡീഷൻ ഈസ് സംതിങ് എൽസ്? ഇപ്പൊ ഞാനിപ്പം പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും ഒരുപക്ഷെ യോജിച്ചു കാണും. മറ്റേതിന് ആദ്യത്തേതില് കർത്താവിന്റെ കൈകളില് നമ്മൾ വേദപുസ്തകത്തിൽ അങ്ങനെ കർത്താവ് കൈകളിൽ ശിശുക്കളെ എടുത്തു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത് എന്ന ശിഷ്യന്മാരെ വിലക്കുന്നൊക്കെയുണ്ട്. അവർ ചെയ്ത കാര്യത്തെ അവര് തടയുന്നതിനെ വിലക്കുന്നു ഒക്കെയുണ്ട്. അപ്പം ഇത് വേദപുസ്തകത്തിലുള്ള ഒരു സംഗതിയും, എന്നാൽ സഭ വിശ്വസിക്കുന്നു കർത്താവിന്റെ കൈകൾ എടുത്തവനാണ് സെന്റ് ഇഗ്നാത്യോസ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ പറയുന്നു സഭ പാരമ്പര്യം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ എൻ്റെ ചോദ്യം, ഇതാണോ ട്രഡീഷൻ അതോ ഇത് വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. We believe in Bible, what is written in the Bible, and we also believe in, because it came from the oral traditions in the early days. A lot of those things which are mentioned, circulated at that time were not in the Bible. So some of them we believe, and they are that what we call Asara Paramparya. What is not in the church, but we believe what happened from our early fathers and which came to us. So our church actually has got things out of the Bible, but some of these other people, Pentecost people, think that only what is in the Bible can be believed, but we believe that there are things which are not in the Bible, because St. John in the last chapter says that there are a lot of things which happened which are not listed in the Bible, but that they are there. Yeah, I 100% agree with that statement, that description, and ആ എക്സ്പ്ലനേഷൻ ശരിയാണ്. പക്ഷെ നമ്മളുടെ ഡിസ്കഷൻ അവിടം വരെ എത്തിയിട്ടില്ല. നമ്മളുടെ ഡിസ്കഷൻ എത്തിയിരിക്കുന്നത്, ഞാനിപ്പോൾ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞ് ഞാനൊരു കാര്യം പ്രസന്റ് ചെയ്തു. ഇതാണോ പാരമ്പര്യം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതല്ല പാരമ്പര്യം എങ്കിൽ
അപ്പൊ ഞാൻ പറയാൻ പോവാണ് ഇനി ഇതല്ല പാരമ്പര്യം. ദിസ് ഈസ് നോട്ട് ട്രഡീഷൻ ഓഫ് ദ ചർച്ച്. അപ്പൊ ട്രഡീഷൻ എന്ന് പറയുന്നത് പിന്നെ എന്താണ്? അപ്പൊ നമ്മള് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അല്ലാതെ അതിന്റെ ഔട്ട്സൈഡ് ഉള്ള കാര്യങ്ങൾ, ദ ഓറൽ ട്രഡീഷൻ, പറഞ്ഞ് കേൾക്കുകയും നേരിട്ട് കാണുകയും അത് തലമുറകളായിട്ട് പറഞ്ഞു വരുന്നതും, ഇതൊന്നും അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഐക്കണായിട്ട് കാണിച്ചത്. അതിന് അല്പം ബന്ധം വേദപുസ്തകമായിട്ടുണ്ട്. അതിന്റെ ആദിമ നൂറ്റാണ്ട് മുതൽ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം ആയിട്ട് ഞാൻ പറയുന്നു ഇതല്ല പാരമ്പര്യം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്താണ് പാരമ്പര്യം? അപ്പൊ ഇതെന്താണ് പാരമ്പര്യം എന്താണ്? മലയാളത്തില് നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. മലയാളത്തിലെ ലിമിറ്റേഷൻ നമുക്ക് ഈ ട്രഡീഷൻ എന്നുള്ളതിന് ഒരൊറ്റ വാക്ക് നമുക്ക് പാരമ്പര്യം എന്നുള്ളതാണ്. അപ്പൊ അതിന് ഒത്തിരി അർത്ഥങ്ങൾ ഉണ്ട്. ഒന്നാമതായിട്ട് ഞാൻ ഇത് ദൈവം വെളിപ്പെട്ടതിനെ എങ്ങനെ വെളിപ്പെടുന്നു, ഏതിലൂടെ വെളിപ്പെടുന്നു, ദ സോഴ്സ് ഓഫ് റെവലേഷൻ, അതാണ് ചർച്ചയെ സംബന്ധിച്ച് പാരമ്പര്യം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെ ആദിമ നൂറ്റാണ്ട് മുതൽ വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ട്രഡീഷന്റെ ഡെഫിനിഷന്റെ അകത്ത് വരണം എന്നില്ല. ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ പ്രത്യേകമായിട്ട് ചില വിശ്വാസങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ചിലയിടത്ത് അങ്ങനെ ഇല്ല. ആദിമ നൂറ്റാണ്ട് മുതലുള്ള പല വിശ്വാസങ്ങളും നമ്മൾ ഇതൊന്നും ട്രഡീഷൻ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷന്റെ അകത്ത് വരത്തില്ല എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ട്രഡീഷൻ എന്ന് പറയുമ്പം നമുക്ക് വേണമെങ്കിൽ രണ്ട് തരത്തിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, ക്യാപിറ്റൽ ടി വെച്ച് നമുക്ക് ട്രഡീഷനെ എഴുതാം. രണ്ടാമതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സ്മോൾ ടി വെച്ച് നമുക്ക് എഴുതാം. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ ചില കസ്റ്റംസ്, ട്രഡീഷൻസ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഈ ട്രഡീഷൻ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. മനസ്സിലാക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് നമ്മൾ ചെയ്യണം. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കാണ് ചെയ്യുന്നത്. ഇതൊരു ഇച്ചിരി ബോറിംഗ് ആണ്. ഞാൻ ഒരു ഉദാഹരണത്തിൽ എടുത്തു. നിങ്ങൾ എല്ലാവരും ട്രഡീഷൻ എന്ന് വിചാരിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു അതല്ല ട്രഡീഷൻ എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ട്രഡീഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വർക്ക് എനിക്ക് ചെയ്തേ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്കാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ അടുത്ത ക്ലാസ്സുകളിൽ ഈ എന്താണ് ട്രഡീഷൻ എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ പറഞ്ഞു ദൈവം എന്ന് പറയുന്നത് ട്രിനിറ്റിയാണ്. ഗോഡ് ഈസ് ട്രിനിറ്റി. അപ്പം മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഉള്ളവനും ട്രിനിറ്റിയാണ്, അല്ലെ ട്രൈ യൂണിയൻ ആണ് എന്ന് നമ്മൾ പറയും. ഇതുപോലെയുള്ള ഒരു ട്രൈ യൂണിയൻ ആണ് ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആ ട്രൈ യൂണിയൻ ആണ് സ്ക്രിപ്ചർ, ട്രഡീഷൻ ആൻഡ് ചർച്ച്. മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചെപ്പോഴും നിൽക്കേണ്ടതുണ്ട്. ഒന്ന് സ്ക്രിപ്ചർ, രണ്ട് ട്രഡീഷൻ, മൂന്ന് ചർച്ച്. ഇതിൽ ഏതെങ്കിലും ഒന്നിനെ മറ്റേതിൽ നിന്ന് മാറ്റിയാൽ ഇതിന്റെ എന്താ പറയുന്നത്, അത് ശരിയായിട്ടുള്ള സാധനമല്ല മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മള് ദൈവത്തെ, പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്നുള്ളതിനെ നമ്മൾ ഏതെങ്കിലും ഒരു സാധനത്തെ മാറ്റിയിട്ട് ഓക്കെ എനിക്ക് പുത്രൻ മാത്രം മതി, ബാക്കിയുള്ളവരൊന്നും വിഷയമല്ല, അല്ലെ എനിക്ക് പരിശുദ്ധാത്മാവ് മാത്രം മതി, ബാക്കിയുള്ളതൊന്നും വിഷയമല്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് പ്രശ്നമുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ, സ്ക്രിപ്ചറും ട്രഡീഷനും ചർച്ചിനെയും നമുക്ക് വേർപെടുത്തുവാനായിട്ട് സാധിക്കത്തില്ല. ഇതിനെ മൂന്നിനെയും നമ്മൾ ഇന്റർ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇത് ഒരു കോംപ്രിഹെൻസീവ് യൂണിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ഇത് വേർപിരിയാതെ വണ്ണം ഉള്ള ഒരു യൂണിറ്റി ഉണ്ട്. ഒന്നിനെ എന്താണ് കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല, മറിച്ച് ഒന്നിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന സംഗതികളാണ് സ്ക്രിപ്ചറും ട്രഡീഷനും ചർച്ചിലും. അപ്പൊ ഇനി ഞാൻ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അടുത്ത ഒരു സ്ലൈഡിലേക്ക് ഞാൻ പോവാണ്. നമ്മുടെ ഈ
ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ റെവലേഷൻ ഓഫ് ഗോഡ് ആസ് റിവീൽഡ് ഇൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ദൈവം ക്രിസ്തുവിൽ വെളിപ്പെട്ടത് ആണ് ക്രിസ്തു വിശ്വാസത്തിന്റെ അടിസ്ഥാനം. അതിൻ്റെ അകത്ത് അല്ലാതെ വേദപുസ്തകം അല്ല ക്രിസ്തു വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ക്രിസ്തുവിലുള്ള വിശ്വാസം, ദൈവം മനുഷ്യനായി മനുഷ്യരുടെ ഇടയിൽ വന്ന് പാർത്ത് മനുഷ്യരോട് കൂടെ സഹവസിച്ച് പീഡകൾ സഹിച്ച് മരണം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിയ ആ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആ ദൈവം വെളിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തു മതം, ക്രിസ്തു വിശ്വാസം രൂപപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ വെളിപാടാണ്. ദൈവം വെളിപ്പെട്ടതാണ് ക്രിസ്തു വിശ്വാസത്തിന്റെ അടിസ്ഥാനം. പാരമ്പര്യമല്ല, സ്ക്രിപ്ചർ അല്ല, ചർച്ചല്ല. അപ്പം ട്രഡീഷൻ, ഈ സ്ക്രിപ്ചർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അപ്പം ദൈവം വെളിപ്പെട്ടതാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനമെങ്കിൽ ഈ നമ്മൾ വേദപുസ്തകത്തെ അല്ലെങ്കിൽ വേദത്തെ, സ്ക്രിപ്ചർ, അതിനെ നമ്മൾ എങ്ങനെ കാണും? നമ്മൾ സാധാരണ ഗതിയിൽ നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓർത്തഡോക്സ് തിയോളജിയിൽ അത്തരത്തിലുള്ള ഒരു വേർതിരിവിനെ അത്രത്തോളം പ്രാധാന്യം കൊടുക്കാറില്ല. എങ്കിലും നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, എന്നോട് കഴിഞ്ഞ ദിവസം സൺഡേ സ്കൂളിലെ ചില സ്റ്റുഡൻസ് ചോദിച്ചു, ഞങ്ങൾ എന്തിനാണ് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് പഠിക്കുന്നത്, ഞങ്ങൾ ജീസസിനെ കുറിച്ച് പഠിച്ചാൽ പോരെ? അപ്പൊ ഞാൻ ചോദിച്ചു, വാട്ട് വാസ് ദി ബൈബിൾ ദാറ്റ് വാസ് യൂസ്ഡ് ബൈ ജീസസ് ക്രൈസ്റ്റ്? അവർ പറഞ്ഞു, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നല്ലോ. അപ്പം ക്രിസ്തു ഉപയോഗിച്ച ബൈബിൾ ഏതാണ്, അല്ലെങ്കിൽ ക്രിസ്തു ഉപയോഗിച്ച തിരുവെഴുത്ത് ഏതാണ്? അത് പഴയ നിയമമാണ്. അതുകൊണ്ടാണ് അല്ലെ അപ്പോസ്തലന്മാർ ഉപയോഗിച്ച തിരുവെഴുത്ത് എന്താണ്? അത് പഴയ നിയമമാണ്. അപ്പൊ അത്രത്തോളം ഒരു പ്രാധാന്യം അതിന് ഉണ്ട്. അപ്പം എന്താണ് അപ്പോസ്തലന്മാരും ഈ ക്രിസ്തുവും ഒക്കെ ഉപയോഗിച്ച പഴയ നിയമത്തിന്റെ പ്രാധാന്യം? അത് മറഞ്ഞിരിക്കുന്നവനായ ക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. അതാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. വെയിൽഡ് ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്, ദ മിസ്റ്ററി ഓഫ് ഇറ്റേണൽ ക്രൈസ്റ്റ്, നിത്യനായ ദൈവത്തിന്റെ മർമ്മം പഴയ നിയമത്തില് മറഞ്ഞിരിക്കുന്നു, പുതിയ നിയമത്തില് അത് വെളിപ്പെട്ടിരിക്കുന്നു. റിവീൽഡ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ്. ക്രിസ്തു വെളിപ്പെട്ടതിന് പുതിയ, ക്രിസ്തു മറഞ്ഞിരുന്നതിനെയാണ്, അല്ല നിഗൂഢമായി ഇരുന്നതിനെയാണ്, അതിൻ്റെ ഹിഡൻ ആയിട്ടിരുന്നതിനെയാണ് നമ്മൾ പഴയ നിയമമായിട്ട് പറയുന്നത്. അപ്പം ഈ സ്ക്രിപ്ചർ എന്നുള്ളതിനെ നിങ്ങൾ വേദപുസ്തകം എന്ന് മാത്രം അതിനെ ചുരുക്കി മനസ്സിലാക്കരുത്. കുറച്ചും കൂടെ അതിന്റെ വിശാലമായ അർത്ഥത്തിൽ അതിന് എടുക്കണം. അതിലേക്കൊക്കെ പിന്നീട് നമുക്ക് വരാം. ഇപ്പോൾ അടിസ്ഥാനപരമായിട്ട് സ്ക്രിപ്ചർ എന്താണ്? സ്ക്രിപ്ചർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വെളിപാടുകള് അടങ്ങിയിരിക്കുന്നതായിട്ടുള്ള രേഖപ്പെടുത്തലുകളാണ് സ്ക്രിപ്ചർ എന്നുള്ള തരത്തിൽ നമ്മൾ പറയുന്നത്. ക്രിസ്തുവിനെ സംബന്ധിച്ചാണ്. ക്രിസ്തുവാണ് ഇതിന്റെ ഒരു കേന്ദ്ര കഥാപാത്രം. കാരണം ദൈവം മനുഷ്യനായി ക്രിസ്തുവിൽ വെളിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതെല്ലാം പറയുന്നത്. രണ്ടാമതായിട്ട് ട്രഡീഷൻ. ഇതിനെ രണ്ടാമതായിട്ട് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. കാരണം വേദപുസ്തകം ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമമായിരുന്നു, അല്ലെങ്കിൽ എന്താണ്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് സിനഗോഗിൽ വെച്ച് വായിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പം അത് അങ്ങനെ പുസ്തകത്തിന്റെ ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ അവിടെ സൂക്ഷിച്ചിരുന്നു, പരസ്യ വായനയ്ക്ക് വേണ്ടി അതൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ എഴുത്തുകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. വേദപുസ്തകം അവിടെ നിലനിന്നിരുന്നത് കൊണ്ടാണ് ഞാനത് ആദ്യമായിട്ട് തന്നെ സ്ക്രിപ്ചറിനെ കുറിച്ച് പറഞ്ഞത്. അപ്പം ഈ സ്ക്രിപ്ചറിന്റെ ഒരു വാല്യൂ എന്താണ്? സ്ക്രിപ്ചറിന്റെ ഇത് സേവിങ് മെസ്സേജ് ഉണ്ട്. ദൈവം മനുഷ്യരെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്.
The sum of the saving message of the scripture as witnessed by the church or as revealed, the source of revelation is tradition. എങ്ങനെയാണ് ഇത് വെളിപ്പെട്ടത് എന്നുള്ളതാണ് ഈ പാരമ്പര്യം എന്നുള്ളതുകൊണ്ട് നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ഈ സഭ എന്താണ്? The ongoing living community of God's people, the body of Christ, the temple of the Holy Spirit. ഇങ്ങനെ പലതരത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കുന്നുണ്ട്. ഒന്ന് രണ്ട് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി സ്ക്രിപ്ചറും ട്രഡീഷനും ചർച്ചും ഇത് മൂന്നും ഒന്നിച്ച് വേണം എന്ന് ഞാൻ പറഞ്ഞു. കാരണം സഭയിലാണ് സ്ക്രിപ്ചറും ട്രഡീഷനും ഒന്ന് ചേരുന്നത്. സഭയ്ക്ക് വെളിയിൽ ഇതിന് വലിയ സാധ്യതകളില്ല. കാരണം ഇതിനെ ഓരോ തരത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു ഇസ്ലാം സഹോദരന് വേണമെങ്കിൽ ഇതിനെ വായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഒരു ജൂയിഷ് റാബായിക്ക് ഇതിനെ വായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ, അങ്ങനെയുള്ള പഠിപ്പിക്കലുകളെ നമ്മൾ മുഖവിലക്കെടുക്കാത്തതിൻ്റെ കാരണം സ്ക്രിപ്ചറും ട്രഡീഷനും ചർച്ചിൽ ആണ് ഒന്ന് ചേരുന്നത്. അപ്പം ഒന്നിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല, മറിച്ച് ഒന്നിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന സംഗതികളാണ്. നമ്മുടെ ഈ റെവലേഷൻ, ദൈവം വെളിപ്പെടുന്നതിനെ, ദൈവ വെളിപാടുകളെ നമ്മളെ പഠിപ്പിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഇത് ഒന്നിനെ കോംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഈ ട്രഡീഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് സോഴ്സ് ഓഫ് റെവലേഷൻ. ഇനി വേദപുസ്തകത്തിലെ ചില റെഫറൻസുകൾ ഒന്ന് വായിക്കാം. 2 തെസ്സലോനി 2-ാം അധ്യായം 15-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാം. 2 തെസ്സലോനി ആരെങ്കിലും ഒന്ന് വായിക്കണേ. 2 തെസ്സലോനി 2-ാം അധ്യായം 15-ാം വാക്യം. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിലെ ചർച്ചിനെ ഇൻസ്ട്രക്ട് ചെയ്യുന്നതാണ്. 2 തെസ്സലോനി 2-ാം അധ്യായം 15-ാം വാക്യം. ആകയാൽ സഹോദരന്മാർ, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. ഓക്കെ, ഉപദേശിച്ചു തന്ന പ്രമാണങ്ങൾ. പാരഡോസിസ് എന്നുള്ളത് ട്രഡീഷൻ എന്നുള്ളതിന്റെ ഗ്രീക്ക് വാക്കാണ്. ഇത് 18 തവണയെങ്കിലും പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം വാക്കിനാലോ എഴുത്തിനാലോ നിങ്ങളെ പഠിപ്പിച്ചതായിട്ടുള്ള ട്രഡീഷൻസ് നിങ്ങൾ പാലിച്ചുകൊള്ളുക. സോ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, സ്റ്റാൻഡ് ഫേം then brothers and keep the traditions that we taught you, whether by word of mouth or by letter. അപ്പം എന്താ പറയുന്ന കൈമാറി തന്ന സംഗതി അല്ലെങ്കിൽ കൈമാറി കിട്ടിയതിനെ പഠിപ്പിക്കുന്നത്, ഇതിനെയൊക്കെയാണ് അതിൻ്റെ ഒരു ലിറ്ററൽ മീനിങ്ങിൽ ട്രഡീഷൻ എന്ന് പറയുന്നത്. ഇനി 2 കാര്യങ്ങൾ നമ്മൾ ഈ ട്രഡീഷനെ എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കിന് ഇതിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്ന ആരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ക്രിസ്തുവാണ്. എന്തുകൊണ്ടാണ് ഇഗ്നാത്യോസിനെ കുറിച്ചുള്ളത് ഒരു ട്രഡീഷൻ എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കിന് അതൊരു ട്രഡീഷൻ, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രഡീഷനിലുള്ള ഡെഫിനിഷൻ്റെ അകത്തുള്ള ഒരു ട്രഡീഷൻ അല്ല എന്ന് ഞാൻ പറയാൻ കാരണം, ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന സംഗതികളാണ് പ്രധാനമായിട്ട്. ദൈവ വെളിപാടിനെ നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവ വെളിപാട് എങ്ങനെ വെളിപ്പെടുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ട്രഡീഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇതിനെ ഞാൻ ഇച്ചിരി അല്പം വ്യത്യസ്തമായിട്ട് ഞാൻ കാണുവാനായിട്ട് ശ്രമിച്ചത്.
നമ്മൾ പലപ്പോഴും പറയും ക്രിസ്തീയ പാരമ്പര്യം എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താണ് ക്രിസ്തീയ പാരമ്പര്യമായിട്ട് പറയുന്നത്? എനിക്കൊന്ന് ജേക്കബ് അങ്കിൾ അതിന്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു. ക്രിസ്തു അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചത്, അപ്പോസ്തലന്മാര് പിന്നീട് ഉള്ള സഭാ പിതാക്കന്മാരെ പഠിപ്പിച്ചത്, അങ്ങനെ തലമുറയായി കിട്ടിയതിനെ നമ്മൾ ക്രിസ്ത്യൻ ട്രഡീഷൻ എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ ഓർത്തഡോക്സ് ട്രഡീഷനിൽ അതിന് കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള ഒരു അർത്ഥമാണ് പറയുന്നത്. ഓർത്തഡോക്സ് ട്രഡീഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്ന സംഗതികൾ: 1, വിശുദ്ധ വേദപുസ്തകം; 2, വിശ്വാസ പ്രമാണം; 3, സഭാ സുന്നോദോസുകളുടെ തീരുമാനങ്ങൾ; 4, എന്താണ് റൈറ്റിംഗ്സ് ഓഫ് ദ ചർച്ച് ഫാദേഴ്സ്; അതുപോലെ തന്നെ നമ്മുടെ 5 കാനൻ, സഭയുടെ നിയമങ്ങൾ, നമ്മുടെ സർവീസ് ബുക്കുകൾ, നമ്മുടെ ലിറ്റർജി, ഇതെല്ലാം ചേരുന്നതാണ് ഈ the whole system of doctrine is the tradition of the Orthodox Church, and the whole system of doctrine is Orthodox tradition എന്ന് നമ്മൾ പറയുന്നു. അപ്പം ക്രിസ്ത്യൻ ട്രഡീഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ആളുകൾ അതിനെ വളരെ ലൈറ്റായിട്ട് എടുക്കും. എന്നാൽ ഒരു ഓർത്തഡോക്സ് വിശ്വാസി ദൈവ വെളിപാട്, അതിൻ്റെ മോഡ് എന്തായിരുന്നു, എങ്ങനെയൊക്കെയാണ് അത് വെളിപ്പെട്ടിരിക്കുന്നത്, പണ്ട് എങ്ങനെ വെളിപ്പെട്ടു, ഇപ്പോൾ എങ്ങനെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇനിയും ഫ്യൂച്ചറിൽ എങ്ങനെ വെളിപ്പെടും, ഇങ്ങനെ ആ ഒരു സഭയില് കണ്ണികളായിട്ട് രൂപാന്തരപ്പെട്ട് നിത്യതയിലേക്കുള്ള യാത്ര എങ്ങനെ തുടരാം എന്നുള്ളതാണ് ഈ പാരമ്പര്യം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതൊക്കെയും നമ്മളിൽ ഇൻസ്പയർ ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ആണ് എന്ന് നമുക്ക് അറിയാം. ഞാൻ ഈ ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ഇത് ഒന്ന് അവസാനിപ്പിക്കാം. ദ സോഴ്സ് ഓഫ് റെവലേഷൻ, ദൈവ വെളിപാടിന്റെ സോഴ്സ് എന്താണ്? അത് ഓർത്തഡോക്സ് തിയോളജിയൻസ് പലപ്പോഴും നമ്മൾ വിചാരിക്കും, ഓക്കെ, വേദപുസ്തകം വായിച്ചാൽ നമുക്കത് ഉണ്ടാവും, അല്ലെങ്കിൽ പാരമ്പര്യങ്ങളിൽ വിശ്വസിച്ചാലുണ്ടാവും, അല്ലെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ ആരാധനയിൽ സംബന്ധിച്ചാലുണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുമ്പോഴും ചില ഓർത്തഡോക്സ് തിയോളജിയൻസ് വളരെ കൃത്യമായിട്ട് പറയുന്നത് there is only one source of revelation and that is tradition. അതിന്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പായിട്ട് സ്ക്രിപ്ചർ എക്സിസ്റ്റ് വിത്ത് ട്രഡീഷൻ. നമ്മൾ പറഞ്ഞു ഇതിനെ രണ്ടിനും വേർതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. ഇറ്റ്സ് ആൻ അൺബ്രോക്കൺ ഹോൾ എന്ന് പറഞ്ഞു. അപ്പം ട്രഡീഷന്റെ എക്സ്പ്രഷൻസ് നമ്മൾ എങ്ങനെയൊക്കെയാണ് കാണുന്നത്? ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്. വേദപുസ്തകത്തിൽ നമുക്ക് അതിന്റെ എക്സ്പ്രഷൻസ് കാണാം, അതെങ്ങനെ വെളിപ്പെട്ടു വരുന്നു എന്നുള്ളത് കാണാം. സുന്നോദോസുകളുടെ തീരുമാനങ്ങൾ, ലോക്കൽ സുന്നോദോസുകളുടെ തീരുമാനങ്ങൾ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത്, ഇതിൽ ചിലത് മാറിപ്പോകാനോ തെറ്റിപ്പോകാനോ സാധ്യതയില്ലാത്തതും ചിലത് വ്യത്യാസങ്ങൾ വരുവാനായിട്ട് സാധ്യതയുള്ളതുമാണ്. ഒരു ഡോക്ട്രിൻ ഓഫ് ദ ചർച്ച് എന്ന് പറഞ്ഞാൽ അത് മാറ്റുവാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ഒരു സുന്നോദോസിന്റെ ഒരു ലോക്കൽ സുന്നോദോസിന്റെ ഒരു തീരുമാനം അത് മാറ്റാനായിട്ട് സാധിക്കത്തില്ല. അതൊക്കെ സാധിക്കും. ചില ഏർലി ചർച്ച് ഫാദേഴ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നതിൽ, അല്ലെങ്കിൽ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ പഠിപ്പിക്കലുകളിൽ. അപ്പൊ അതിനെയൊക്കെ നമ്മൾ വ്യത്യാസമായിട്ട് വരുത്തും. നിയമങ്ങൾ, കാനൻ ലോസ്, അതൊക്കെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ പിന്നീട് അതിൻ്റെ ഒരു ആവശ്യകത അനുസരിച്ച് അതിലൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തും. അപ്പം ഇങ്ങനെ ആണ് ഇതിന്റെ ഒരു എക്സ്പ്രഷൻസ് പോകുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ പാരമ്പര്യങ്ങൾ, നമ്മൾ പർഗേറ്ററി എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. കത്തോലിക്ക സഭയുടെ ഒരു വിശ്വാസമായിരുന്നു. ഒരു ഡോക്ട്രിനായിട്ടാണ് അവരതിനെ കണ്ടിരുന്നത്. എന്നാൽ പിന്നീട് ആ ഒരു ഡോക്ട്രിനെ കത്തോലിക്ക സഭ തിരുത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. കാരണം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഓർത്തഡോക്സ് ചർച്ചിനെ സംബന്ധിച്ച് അങ്ങനെ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഡോക്ട്രിൻ 1, 2, 3 എന്നിങ്ങനെ ഇട്ടൊന്നും വെക്കുന്നില്ല. അതുകൊണ്ട് ഈ അങ്ങനെ ഇന്നത് ഡോക്ട്രിൻ ആണ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നൊന്നുമില്ല. നമുക്കറിയാം എന്താണ് ഡോക്ട്രിൻ. നമ്മുടെ പാരമ്പര്യങ്ങളിൽ നമുക്കറിയാം, നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഞാനൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ 3
കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ വേദപുസ്തകം രൂപപ്പെടുന്നത് ഒരു ഏകദേശം ഒരു 60 വർഷം, ക്രിസ്തുവിന് ശേഷം 60-70 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇന്നത്തെ എല്ലാ ചരിത്രകാരന്മാരും എല്ലാ വേദശാസ്ത്രജ്ഞന്മാരും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു സംഗതിയാണ്, ക്രിസ്തു ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്നേരം പകർത്തി എഴുതിയതോ ഒരു ഐ വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല വേദപുസ്തകം എന്ന് എല്ലാവർക്കും അറിയാം. പല സോഴ്സുകളെ ആധാരമാക്കിയാണ് വേദപുസ്തകം എഴുതിയിരുന്നത്. നമുക്കറിയാം സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഒരു സംഗതിയാണല്ലോ. സിനോപ്റ്റിക് ഗോസ്പൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? മത്തായി, മർക്കോസ്, ലൂക്കോസ്. ഈ 3 സുവിശേഷങ്ങളില് ആദ്യ സുവിശേഷമായിട്ട് എഴുതുന്നത് മർക്കോസിന്റെ സുവിശേഷമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം മറ്റ് സുവിശേഷകന്മാര് ഇത് എഴുതുമ്പോഴത്തേക്കിന് അവർക്ക് മർക്കോസിന്റെ സുവിശേഷത്തെ അവര് ആശ്രയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് സോഴ്സുകൾ, അതർ സോഴ്സസിനെയൊക്കെ ക്യൂ എന്ന് വിളിക്കും. ക്യൂ എന്ന് പറയുമ്പോൾ ജർമ്മൻ വാക്കില് സോഴ്സ് എന്ന അർത്ഥത്തിലുള്ള ക്വെല്ലെ എന്ന അർത്ഥം വരുന്ന, ക്വെല്ലെ എന്ന് പറയുന്നത് ഒരു ജർമ്മൻ വാക്കാണ്. അതിന് സോഴ്സ് എന്നേ അർത്ഥമുള്ളൂ. മറ്റ് സോഴ്സുകളെ ക്യൂ എന്ന സോഴ്സിൽ ആശ്രയിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം എഴുതുമ്പോൾ മർക്കോസിനെ ആശ്രയിക്കുന്നു, അതർ സോഴ്സസിനെ ആശ്രയിക്കുന്നു. അതുപോലെ തന്നെ മത്തായിക്ക് നേരിട്ടുള്ള ചില അറിവുകളെയും വിറ്റ്നസിനെയും ആശ്രയിക്കുന്നു. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങളെ ആശ്രയിച്ചാണ് മത്തായി സുവിശേഷം എഴുതുന്നത്. ഇതുപോലെ തന്നെയാണ് ഓരോ ആളുകൾ മറ്റ് സുവിശേഷകന്മാരും എഴുതുന്നത്. മർക്കോസ് ആണെങ്കിൽ സുവിശേഷം എഴുതിയപ്പോൾ മർക്കോസിനുള്ള അനുഭവങ്ങൾ, മർക്കോസ് നേരിട്ട് മറ്റു ശിഷ്യന്മാരിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ, ക്രിസ്തുവിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ, അതുപോലെ ഈ ക്യൂ മറ്റ് സോഴ്സുകളിൽ നിന്നുള്ള കാര്യങ്ങൾ എല്ലാം ചേർത്തിട്ടാണ് എഴുതുന്നത്. ഇതൊക്കെ എഴുതുന്നത് ക്രിസ്തുവിന് ഒരു 60-70 വർഷങ്ങൾക്ക് ശേഷമാണ്. അത്രയും നാള് ഇതെവിടെയാണ് എഴുതി വെച്ചിരുന്നത്? അത്രയും നാൾ ഇതെങ്ങും എഴുതി വെച്ചിരുന്നില്ല. അതെല്ലാം പറയുകയും പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സംഗതിയാണ്. അപ്പം വേദപുസ്തകം എഴുതപ്പെടുന്നതിന് മുൻപ് തന്നെ ഇത് ദൈവ വെളിപാടിനെ കുറിച്ച് കൃത്യമായ ധാരണകൾ ഉണ്ടായിരുന്നു. ദൈവ വെളിപാട് എങ്ങനെ പകർന്നു കൊടുക്കാം, എങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് there is only one source of revelation and that is tradition എന്ന് സഭാപിതാക്കന്മാര് പഠിപ്പിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരുത്തുവാനായി, ഇതിനെ ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊന്നിനെ മാറ്റിയിട്ട് ഒരു കാര്യം ചെയ്യുവാനായിട്ട് സാധിക്കത്തുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് an unbroken whole. It's a comprehensive unity. You cannot separate church, tradition or scripture. ഇന്ന് പ്രധാനമായിട്ട് പറയാനായിട്ട് ശ്രമിച്ചത്, എൻ്റെ ഒരു സമ്മറി ഞാനൊന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു ഡ്രൈ സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഒരു അക്കാഡമിക് ഡിസ്കഷൻ ആയിട്ട് ഉള്ള ഒരു വേദി അല്ലല്ലോ. അതുകൊണ്ടാണ് അതുകൊണ്ട് എന്നാൽ ഇതിന് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒത്തിരി സോഴ്സുകൾ ഇതിനകത്ത് അവൈലബിളും അല്ല. ഞാൻ പറയാനായിട്ട് ശ്രമിക്കും, നമ്മൾ പാരമ്പര്യം എന്ന് നമ്മൾ വിചാരിക്കുന്ന സംഗതികളല്ല ചർച്ചിന്റെ ട്രഡീഷൻ. ചർച്ചിന്റെ ട്രഡീഷൻ എന്ന് പറയുന്നത് ദൈവ വെളിപാട് എങ്ങനെയാണ്, അതെങ്ങനെ വെളിപ്പെടുന്നു എന്നുള്ളതിനെ അനുസരിച്ചാണ് ട്രഡീഷൻ എന്നുള്ള വാക്ക് നമ്മൾ അർത്ഥമാക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണം എന്ന നിലയിലാണ്, എന്തല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനൊരു ഇത് കൊടുത്തത്. അതും ട്രഡീഷനാണ്, പക്ഷെ മേ ബി നമുക്കതിനെ ഒരു സ്മോൾ ലെറ്റർ ട്രഡീഷൻ ആയിട്ട് നമുക്കതിനെ മനസ്സിലാക്കാം. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന സംഗതിയാണ്. അപ്പൊ നമ്മൾ ട്രഡീഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ദൈവ വെളിപാട് എങ്ങനെ വരുന്നു, എന്നാൽ ഈ ട്രഡീഷൻ എന്ന് പറയുന്നതിനെ നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സഭയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു കോംപ്രിഹെൻസീവ് യൂണിറ്റി ഉണ്ട് 3 കാര്യങ്ങളിൽ. ഒരു ട്രൈ യൂണിറ്റി ഉണ്ട്. ട്രൈ യൂണിറ്റി എന്ന് പറയുന്നത് ട്രഡീഷൻ, സ്ക്രിപ്ചർ
ചർച്ച്. ഈ സ്ക്രിപ്ചറും ട്രഡീഷനും എമർജ് ചെയ്യുന്നത് എവിടെയാണ്? ചർച്ചിലാണ്. ചർച്ചിന് വെളിയിൽ പോയി കഴിഞ്ഞാൽ സ്ക്രിപ്ചറിനും അതിൻ്റെതായ ഒരു വാല്യൂ നഷ്ടപ്പെടുന്നു, ട്രഡീഷനും അതിൻ്റെതായ വാല്യൂ നഷ്ടപ്പെടുന്നു. ഇത് മൂന്നും ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ഒരു യൂണിറ്റിയിൽ കാണുമ്പോഴത്തേക്കിനാണ് ദൈവ വെളിപാടിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് ഈ സഭയുടെ ട്രഡീഷൻ എന്ന് പറയുന്നത് പലതരത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. വേദപുസ്തകത്തിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, സഭാ സുനോഗലോസുകളുടെ തീരുമാനങ്ങളിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, ലോക്കൽ സിനഡിന്റെ തീരുമാനങ്ങളിലൂടെ, സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിലൂടെ, ചർച്ച് ഫാദേഴ്സിന്റെ റൈറ്റിംഗ്സിലെ ടീച്ചിങ്സിലൂടെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്തിലൂടെ, നമ്മുടെ ആരാധന ക്രമങ്ങളിലൂടെ, സർവീസ് ഓർഡേഴ്സിലൂടെ, കാനൻ നിയമങ്ങളിലൂടെ, ചർച്ചിന്റെ ആർക്കിടെക്ചറിലൂടെ, ഐക്കൺസിലൂടെ, ആർട്ടുകളിലൂടെ, ചർച്ച് ആർട്ടിലൂടെ ഒക്കെ ഈ ദൈവ വെളിപാടിനെ നമുക്ക് തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്നതിന് തരത്തിൽ വെളിപ്പെട്ട് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, സ്ക്രിപ്ചർ എന്ന് പറയുമ്പോഴത്തേക്കിന് അതിനെ നമ്മൾ വേദപുസ്തകം എന്നും പഴയ നിയമം പുതിയ നിയമം എന്നൊക്കെ നമ്മൾ വേർതിരിക്കുവാനായിട്ട് ശ്രമിക്കുമെങ്കിലും ഇതിന്റെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തു മറഞ്ഞിരിക്കുന്നതിനെ നമ്മൾ പഴയ നിയമം എന്നും ക്രിസ്തു വെളിപ്പെട്ടതിനെ പുതിയ നിയമം എന്നും നമ്മൾ പറയുന്നു. ക്രിസ്തു വെളിപാടിനെ അടിസ്ഥാനമാക്കി ഒരു സമൂഹം രൂപപ്പെടുന്നു, ഒരു ആരാധനാ സമൂഹം, വിശ്വാസ സമൂഹം രൂപപ്പെടുന്നു. ആ സമൂഹം രൂപപ്പെട്ടത് ദൈവ വെളിപാടിനെ അവർ കാണുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതിന്റെ വെളിച്ചത്തിലാണ്. അത് എല്ലാം എഴുതി വച്ചിരിക്കുന്ന ഒരു ഇതിലല്ല, മറിച്ച് അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ അവർ മനസ്സിലാക്കിയതാണ്. വേദപുസ്തകം ക്രിസ്തുവിന് ശേഷം ഒരു 60-70 വർഷങ്ങൾക്ക് ശേഷമാണ് എഴുതിയെന്ന് ഞാൻ പറഞ്ഞു. അതിലെ എഴുതിയ ആളുകൾ ആരൊക്കെ എങ്ങനെയൊക്കെ എഴുതി, അവരെ ആശ്രയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ അവരെഴുതിയ സമയത്ത് അവർക്ക് നേരിട്ടറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, എന്നാൽ മറ്റു കാര്യങ്ങൾ അവർ മറ്റു പലതിനെയുമാണ് ആശ്രയിക്കുന്നത്. എല്ലാം ഒരു റണ്ണിങ് കമന്ററി പോലെ എഴുതിയിരുന്നില്ല. പിന്നീട് പറഞ്ഞു കേൾക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്താണ്. പൗലോസ് അപ്പോസ്തലൻ തന്നെ നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞും എഴുതിയും പഠിപ്പിച്ചിട്ടുള്ള ട്രഡീഷൻസിനെ നിങ്ങൾ കീപ്പ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രഡീഷൻ എന്ന വാക്ക് ഒരു വളരെ അധികം തവണ വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ട്രഡീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. ഇതിനെ, ഈ സഭേനെയും ട്രഡീഷനെയും സ്ക്രിപ്ചറിനെയും നമുക്ക് മുറിച്ച് മാറ്റി വെക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഇതിനെ മൂന്നിനെ ഒന്നിച്ചേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനിയും അടുത്ത ഡിസ്കഷനിൽ എന്താണ് ട്രഡീഷൻ എന്നുള്ളത് നമുക്ക് ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇട്ടു, അല്ലെ എന്താണ് പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും സാരമില്ല, കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ നമുക്ക് വേർതിരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും മനസ്സിലായെങ്കിൽ അത്രയും വലിയ കാര്യം. നമുക്ക് ഇന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നാളും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.